ജോബ് 25 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടുകൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ, പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? ജോബ് 26 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ജോബ് പറഞ്ഞു, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു, ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അതോ ലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിൻ്റെ മുമ്പിൽ അനാവൃതമായിരിക്കുന്നു, നരകത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു, തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരിച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്ത് കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രകോപിച്ചു, പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരമാണ് മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും?